യഥാർത്ഥ മറിയഭക്തി അധ്യായം 1. പരിശുദ്ധ കന്യകയുടെ ആവശ്യകതയും അവളോടുള്ള ഭക്തിയും. ഞാൻ സഭയോട് ചേർന്ന് പ്രഖ്യാപിക്കുന്നു. മറിയം സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഒരു സൃഷ്ടിയായിരിക്കെ അവിടുത്തെ അതിരില്ലാത്ത മഹത്വത്തിൻ്റെ മുമ്പിൽ അവൾ ഒരു പരമാണുവിനേക്കാൾ നിസ്സാരയാണ്, അഥവാ ഒന്നും തന്നെയല്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മാത്രമാണ് ഞാനാകുന്നവൻ. ആകയാൽ അത്യുന്നതനും എപ്പോഴും സ്വതന്ത്രനും തനിക്കു താൻ പോന്നവനുമായ അവിടുത്തേക്ക് തൻ്റെ തിരുഹിതം നിർവഹിക്കുവാനും മഹത്വം പ്രകടിപ്പിക്കുവാനും പരിശുദ്ധ കന്യക കൂടിയേ തീരൂ എന്നില്ല. എല്ലാം ചെയ്യുന്നതിന് അവിടുത്തേക്ക് മനസ്സായാൽ മാത്രം മതി. എങ്കിലും ഞാൻ പറയുന്നു, കാര്യങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന്, എന്നുവെച്ചാൽ അവിടുത്തെ ഏറ്റവും മഹത്തായ പ്രവൃത്തി ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും മറിയത്തിൻ്റെ സഹായം വേണമെന്ന് അവിടുന്ന് അവളെ സൃഷ്ടിച്ചപ്പോൾ തിരുച്ചിത്തമായതിനാൽ നമുക്ക് തീർച്ചയാക്കാം, നിത്യകാലത്തേക്ക് അവിടുന്ന് തൻ്റെ പദ്ധതിക്ക് മാറ്റം വരുത്തുകയില്ലെന്ന്. കാരണം അവിടുന്ന് ദൈവമാകയാൽ അവിടുത്തെ ചിന്തകൾക്കും വികാരങ്ങൾക്കും പദ്ധതികൾക്കും മാറ്റം സംഭവിക്കുകയില്ല തന്നെ. വചനം മാംസം ധരിക്കുവാൻ മറിയത്തെ ദൈവത്തിന് ആവശ്യമായിരുന്നു. മറിയത്തിലൂടെ മാത്രമാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകിയത്. ഈ നിധി സ്വീകരിക്കാൻ വേണ്ടി 4000 നീണ്ട വർഷങ്ങൾ പൂർവ്വപിതാക്കന്മാർ നെടുവീർപ്പുകളോടെ കാത്തിരിക്കുകയും പ്രവാചകരും പഴയ നിയമത്തിലെ വിശുദ്ധാത്മാക്കളും നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു. മറിയം മാത്രമേ അവളുടെ നിശബ്ദമായ പ്രാർത്ഥനകളുടെയും അത്യുത്കൃഷ്ടങ്ങളായ സുഹൃതങ്ങളുടെയും ശക്തിയാൽ അതിന് അർഹയായുള്ളൂ, ദൈവതിരുമുമ്പിൽ കൃപാപൂർണയായുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് ദൈവപുത്രനെ സ്വീകരിക്കാൻ ലോകം അനർഹമായിരുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. അവിടുന്ന് സ്വപുത്രനെ മറിയത്തിന് നൽകി. അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടി, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി. മറിയത്തിലൂടെയും മറിയം വഴിയുമാണ് അത് സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ അവളിൽ രൂപപ്പെടുത്തി. എന്നാൽ തൻ്റെ സൈന്യവ്യൂഹങ്ങളിൽ പ്രധാനിയായ ഒരുവൻ വഴി അവളുടെ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രം. പിതാവായ ദൈവം ഒരു സൃഷ്ടിക്ക് സ്വീകരിക്കാവുന്നിടത്തോളം ഫലസമൃദ്ധി അവളിൽ നിക്ഷേപിച്ചു. എന്തുകൊണ്ടെന്നാൽ തൻ്റെ തിരുപുത്രനെയും അവിടുത്തെ ഭൗതിക ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും രൂപപ്പെടുത്തുവാൻ വേണ്ട ശക്തി നൽകുവാൻ വേണ്ടിയായിരുന്നു അത്. ദൈവപുത്രൻ അവളുടെ കന്യകോദരത്തിൽ പുതിയ ആദം ഭൗമിക പറുദീസായിൽ പ്രവേശിച്ചാൽ എന്ന പോലെ ഇറങ്ങി വന്ന് അവിടെ ആനന്ദം കണ്ടെത്തി. അവളിൽ അവിടുന്ന് രഹസ്യമായി കൃപാവരങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു.